എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള 4th അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ടോക്കൺ ഫീ പേയ്മെൻറ്റ് നാളെ അവസാനിക്കും. അതായത് ഡിസംബർ 23-ാം തീയതി അവസാനിക്കും. അപ്പോൾ നാളെ വൈകുന്നേരം 5 മണിക്കുള്ളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ഓൺലൈനായിട്ടോ അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖ വഴിയോ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ രീതിയിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിൽ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പേജിലാണ് ഈ ഒരു മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആ ഒരു മേക്ക് പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് മെത്തേഡിൽ ആദ്യത്തെ ഡീഫോൾട്ട് ആയിട്ടുള്ള മെത്തേഡ് ചലാൻ ആയിരിക്കും. അപ്പോൾ ആ ഒരു ചലാൻ ഓപ്ഷൻ സെലക്ട് ചെയ്ത് പ്രിൻറ്റ് ചലാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ചലാൻ പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അതിനുശേഷം തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖയിൽ പോയിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ 26-ാം തീയതിക്കകം പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതും ആണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ രണ്ടാമത്തെ പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്ത ശേഷം അതായത് UPI അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ UPI ആണോ, ഡെബിറ്റ് കാർഡാണോ, ക്രെഡിറ്റ് കാർഡാണോ ഏതാണ് ഉപയോഗിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പേയ്മെൻറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് പിന്നീട് ഏകദേശം ബാങ്ക് വഴിയാണ് ചെയ്യുന്നതെങ്കിൽ 24 മണിക്കൂറിന് ശേഷവും അതുപോലെ തന്നെ ഓൺലൈനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം അരമണിക്കൂറിനുള്ളിലും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ട്യൂഷൻ ഫീ പേയ്മെൻറ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് സൈഡിലോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ റെസിപ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ വന്നത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. നിലവിൽ നിങ്ങൾക്കൊരു കോളേജിൽ ഫസ്റ്റിലോ സെക്കൻഡിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ അലോട്ട്മെൻറ്റ് കിട്ടുകയും അതിനുശേഷം ഈ ഒരു 4th അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് എവിടെയാണോ കിട്ടിയത് ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. കാരണം ആദ്യം കിട്ടിയ സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അതായത് ഈ ഒരു 4th അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കോളേജിൽ വിദ്യാർത്ഥികൾ ഈ ഒരു ഡിസംബർ 26-ാം തീയതിക്കുള്ളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഡിസംബർ 23-ാം തീയതി അതായത് നാളെ വൈകുന്നേരത്തിനുള്ളിലായിട്ട് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ് ഏതാണോ ആ ഒരു കോളേജിൽ ഡിസംബർ 26-ാം തീയതിക്കുള്ളിൽ പോയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് ഫീസിൻ്റെയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിലവിൽ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച 4th അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് മറ്റൊരു കോളേജിലേക്ക് മാറ്റം കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ നിലവിൽ നിങ്ങൾ ഓൾറെഡി മുൻപ് അഡ്മിഷൻ എടുത്ത കോളേജിൽ നിന്നുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ തിരികെ വാങ്ങിച്ച ശേഷം പുതുതായിട്ട് ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് ലഭിച്ചത് ആ ഒരു കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കപ്പെടുന്നതുമല്ല. ഇനി സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ ഇനിയും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് നാളെ വൈകുന്നേരത്തിനുള്ളിൽ അടക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ഈ ഒരു ഡിസംബർ 26-ാം തീയതിക്കുള്ളിൽ പോയിട്ട് ജോയിൻ ചെയ്യാനും ശ്രദ്ധിക്കുക. ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, TC സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല റിസർവേഷൻ എങ്കിൽ ആ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ SC ST OEC വിദ്യാർത്ഥികൾ ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SC BC OBC വിദ്യാർത്ഥികൾ ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ EWS വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് അതായത് ഫീസ് ആനുകൂല്യം ഉണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെ എടുത്ത വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്. ഇത് അഡ്മിഷൻ സമയത്ത് നിർബന്ധമല്ല. അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു ഫോമാറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോമാറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ പ്രിൻ്റ് എടുത്ത ശേഷം തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് MBBS ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങളോട് ഈ ഒരു ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് അതായത് നിങ്ങളുടെ ആ ഒരു അളവും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തിട്ട് വരാനായിട്ട് പറയും. അതായത് നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ്, അതുപോലെ തന്നെ കാഴ്ചശക്തി പരിശോധിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അതിനുശേഷം ഇത് ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു
ഡോക്ടറുടെ സീലും കാര്യങ്ങളൊക്കെ, അതായത് ഇവിടെ സിഗ്നേച്ചർ, അതുപോലെ ഡോക്ടറുടെ പേര്, ഡെസിഗ്നേഷൻ എന്താണ്, ഡോക്ടറുടെ രജിസ്റ്റർ നമ്പർ എത്രയാണ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് തരുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്കിവിടെ പ്ലേസ്മെൻറ്റ് ഡേറ്റും നിങ്ങൾ ആ ഡോക്ടറിനെ കൃത്യമായിട്ട് അതൊക്കെ ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് തരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ അഡ്മിഷനായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് എത്ര രൂപയാണ് ഫീസ് ഇനത്തിൽ അടയ്ക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. കാരണം ചില കോളേജ് ഹോസ്റ്റൽ ഫീസ്, അതുപോലെ ബുക്ക്, യൂണിഫോം എന്നിവയുടെയൊക്കെ ഫീസുകൾ ഈ ഒരു അഡ്മിഷൻ സമയത്ത് തന്നെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. നിലവിൽ മറ്റൊരു കോളേജിൽ ജോയിൻ ചെയ്തിരുന്ന വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മുൻപ് കിട്ടിയിട്ടുണ്ടായിരുന്ന കോളേജിൽ നിന്നുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ തിരികെ വാങ്ങിച്ച് നിങ്ങൾക്ക് പുതുതായിട്ട് കിട്ടിയ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.